പശ്ചിമേഷ്യൻ സംഘർഷം, ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും, മറുഭാഗത്ത് ഇറാനും. ഈ സംഘർഷത്തിൽ ഇടപെടാനോ ഇതിൽ കൂട്ടുകൂടാനോ തയ്യാറാകാതെ മറ്റു രാജ്യങ്ങൾ പകച്ചു നിൽക്കുമ്പോഴാണ് ഇറാൻ ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞ ഹോർമുസ് കടലിടുക്കിലൂടെ ആരും പ്രതീക്ഷിക്കാത്ത ആ സർപ്രൈസ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഒന്നല്ല, ഒന്നിലധികം തവണ. കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും നയതന്ത്ര നീക്കങ്ങളിലൂടെ സജീവമായി തന്നെ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് കപ്പലുകളുടെ ഒരു പ്രളയം തന്നെ അവിടെ സംഭവിക്കുന്നു. നിരനിരയായി കപ്പലുകൾ ഇന്ത്യ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നു. ഇതുതന്നെയാണ് ഇന്ത്യയുടെ പവർ. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലും സഹകരണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രതിനിധികളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വീണ്ടും ഒന്നുകൂടി തെളിയിക്കുന്നു ഇന്ത്യ. ഹോർമുസ് കടലിടുക്ക് തന്നെയാണ് അതിന് സാക്ഷിയായിരിക്കുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ ശക്തമായി തന്നെ തെളിയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ, ഇതിന് പിന്നാലെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ വഴിയൊരുക്കുന്നു, അകമ്പടി സേവിക്കുന്നു ഇറാൻ. പ്രത്യേക ഒരു ഇടനാഴി തന്നെ ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിക്കാൻ ഈ സംഘർഷ സാഹചര്യത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ഇറാൻ തയ്യാറാകുന്നു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണ മനോഭാവത്തിന്റെയും തെളിവായി തന്നെയാണ് ഇതിനെ ലോകം നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കാനൊരുങ്ങി 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഇപ്പോഴവിടെ കാത്തു നിൽക്കുന്നു. പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ LPG കപ്പലുകളാണ് ഹോർമുസ് കടക്കാൻ കാത്തിരിക്കുന്നത്. ഈ 2 കപ്പലുകളും നിലവിൽ UAE ഷാർജയ്ക്ക് സമീപമാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നിവ ചാർട്ടർ ചെയ്തിട്ടുള്ള ഈ കപ്പലുകൾ ശനിയാഴ്ചയോടെ തന്നെ യാത്ര തിരിച്ചേക്കുമെന്നാണ് കപ്പൽ ഗതാഗത വിവരങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. അതിനിടെ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യയുടെ 22 കപ്പലുകളുടെ സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കി തന്നെയാണ് ഈ കപ്പലുകളെ തിരിച്ചയക്കുന്നതും. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോക നേതാക്കളുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ നൽകുന്നത്. കപ്പലുകളുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ആഗോള എണ്ണവാതക വിലയിൽ വലിയ വർധനവിനും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമായ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും ഇത്തരം ഇടപെടലുകൾ നടത്തിപ്പോരുന്നത്. ഹോർമുസ് കടലിടുക്കെന്ന് പറയുമ്പോൾ ഏവർക്കും അറിയാവുന്നതാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സമുദ്ര പാതകൾ ഒന്ന് തന്നെയാണ്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നതും ഈ ഇടനാഴി തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഏത് തരത്തിലുള്ള സംഘർഷമുണ്ടായാലും അസ്വസ്ഥതകൾ ഉണ്ടായാലും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കാൻ ഇറാൻ തന്നെ മുന്നോട്ട് വരുന്നു. പ്രാദേശിക സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കുമായി ഒരു നിർണായക ഇടപെടൽ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏകദേശം 22 ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള അനുമതി നൽകാനുള്ള റിപ്പോർട്ടുകളാണ്, നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കപ്പലുകൾ വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും LPG, ക്രൂഡ് ഓയിൽ എന്നിവ കൊണ്ടുപോകുന്ന കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിപണിയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ തന്നെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറാൻ സൃഷ്ടിച്ച ഈ സുരക്ഷിത ഇടനാഴിയിലൂടെ ഇന്ത്യ മാത്രമല്ല ആഗോള ഊർജ്ജ വിപണിക്കും ആശ്വാസം നൽകുന്ന ഒരു നീക്കമായി ഇതിനെ നോക്കിക്കാണുന്നു. ഇതിനോടകം തന്നെ ചില കപ്പലുകൾ ഈ ഇടനാഴി വഴി സുരക്ഷിതമായി കടന്നുപോയെന്നാണ് മാരിടൈം ഡേറ്റ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഇടനാഴിയുടെ സവിശേഷത ഇറാനിയൻ തീരത്തോട് ചേർന്ന നിയന്ത്രിതമായ ഒരു പാതയിലൂടെ മാത്രം ഈ കപ്പലുകൾ സഞ്ചരിക്കണം. അതിലൂടെ ഇറാന്റെ നാവികസേനയ്ക്കും സുരക്ഷാ ഏജൻസികൾക്കും കപ്പലുകളുടെ നീക്കങ്ങൾ നേരിട്ട് അടുത്ത് നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ പുറത്തു നിന്നുള്ള ആക്രമണ സാധ്യതകൾ കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായം ചെയ്യുമെന്നും ഇക്കൂട്ടത്തിൽ പറയുന്നു. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ അമേരിക്ക, ഇസ്രയേൽ എന്നിവയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിൽ പോലും ഇന്ത്യ പോലുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് സുരക്ഷിതമായ ഗതാഗത സംവിധാനം ഉറപ്പാക്കാൻ ഇറാൻ തയ്യാറായിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ വിഷയം, ഇതൊരു സാധാരണ സമുദ്ര ഗതാഗത പ്രശ്ന പരിഹാര മാർഗമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം, വലിയ നയതന്ത്ര സന്ദേശം, ഇതൊക്കെ തന്നെയാണ് വിളിച്ചോതുന്നത്. സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ സാഹചര്യത്തിൽ പോലും സംവാദത്തിലൂടെയും സഹകരണത്തിലൂടെയും സൗഹൃദത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ സന്ദേശം നൽകുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. പരസ്പര ബഹുമാനവും തന്ത്രപരമായ പങ്കാളിത്തവും ഉണ്ടെങ്കിൽ
കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് കഴിയുമെന്ന മികച്ച ഉദാഹരണം തന്നെയാണ് ഇന്ന് ഇന്ത്യ. അവസാനമായി ഈ നീക്കം ഇന്ത്യ ഇറാൻ ബന്ധത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയും നൽകുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇറാനൊപ്പം നിലകൊള്ളുന്ന രാജ്യമായി ഇന്ത്യ ഉണ്ടാകും എന്ന വ്യക്തമായ സന്ദേശം. ഊർജ്ജ സുരക്ഷ, സമുദ്ര ഗതാഗതം, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ളത് ഇത് ലോകത്തോട് വിളിച്ചോതുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഇത്തരത്തിലുള്ള പരോക്ഷമായ സൂചനകൾ പലപ്പോഴും നൽകാറുണ്ട്. ഈ സൂചനകളൊക്കെ തന്നെ വലിയൊരു സൂചകം കൂടിയാണ്. സഹകരണം തന്നെയാണ് ഏറ്റവും ശക്തമായ ആയുധമെന്ന് ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവവും സൂചിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ ഇടനാഴി ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന സംഭവവികാസമായി ഇതിനെ വിലയിരുത്താം. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് ഈ മേഖലയിൽ ഇത്രയധികം സംഘർഷം വഷളായതും ശക്തമായതും. ഇതിന് തിരിച്ചടിയായി അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു. ഹോർമുസ് കടലിടുക്കിലാകട്ടെ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ തങ്ങളുടെ ശത്രുക്കൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമേ ഈ പാത അടച്ചിട്ടുള്ളൂവെന്നും മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാമെന്നും പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച മുതൽ ഇന്ത്യയുടെ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാനുള്ള അനുമതി ഇറാൻ നൽകി.